ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി, രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കുണ്ടാക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ കൈയൊക്കെ പിടിച്ച് ഓടിച്ചിരുത്തി, നിങ്ങൾ എന്നെ അങ്ങനെ പറയുമ്പം ഞാൻ പൂവിക്കാൻ പോകുന്നിടത്ത് നിങ്ങൾ കാലമാടണമെന്നൊക്കെ ഞാനും പറയട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ പറയാം, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ഒരു പിണക്കം മാറ്റാൻ സച്ചി കിടന്ന് കുറേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ സമാധാനത്തിന് വേണ്ടി ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളതിനെ സോപ്പ് ഇടുവാണോ എന്ന് ചോദിച്ചു. അയ്യോ സോപ്പിങ്ങൊന്നും അല്ല, സത്യമാണ്. ദേ ഈ ഇതൊന്ന് കഴിച്ച് നോക്കി, ഒന്ന് ചിരിക്ക് രേവതി, ഒന്ന് ചിരിക്ക് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചെല്ലുമ്പോൾ എനിക്കിപ്പോൾ സൗകര്യമില്ല, ഞാൻ ഒരു മാസം കഴിഞ്ഞ് ചിരിച്ചോളാം എന്ന് രേവതി സച്ചിയോട് പറയാം. അല്ല ഇപ്പോൾ ഒന്ന് ചിരിച്ചാൽ കൊള്ളായിരുന്നു, ഒന്ന് ചിരിക്കാവോ എന്നും ചോദിച്ചങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരൊറ്റ തട്ടായിരുന്നു രേവതി സച്ചിയെ. അപ്പോൾ ഞാൻ അലുവ കൊണ്ടുവന്നു, സമാധാനപ്രിയനായിട്ട് വന്നില്ലേ, പിന്നെന്താ ഇത് കൂടുതൽ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയുടെ മുന്നിൽ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു നോട്ടം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പുഞ്ചരിച്ചു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ചിരിക്കാമെന്ന് പറഞ്ഞോളത് ഇപ്പോൾ ചിരിച്ചല്ലോ എന്ന് സച്ചി. അപ്പോൾ ദേഷ്യം മാറിയല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം പിന്നെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിൽ വെച്ച് കൊടുക്കുവാണ് അലുവ. അങ്ങനെ രണ്ടുപേരും കൂടെ കഴിച്ചു, ഭയങ്കര സന്തോഷമായി, വഴക്കൊക്കെ മാറി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതി കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ശ്രുതി പറഞ്ഞ കാര്യം ഓർത്തിട്ട് ടെൻഷൻ. അവളെന്നോട് നുണ പറഞ്ഞു എന്നുള്ള ഇതിൽ അപ്പോഴത്തേക്കും ദൈവമേ പേടിച്ച് വരച്ച് ശ്രുതി മുറിയിലേക്ക് കയറി വരിക. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ്. ഈശ്വര, ഇനി ഞാൻ എന്നതാ ശ്രുതിയോട് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. എന്നോട് ദേഷ്യത്തിലായിരിക്കും, ഈ ഐഡിയ വർക്കൗട്ടായാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സർവ്വദൈവങ്ങളെയും വിളിച്ച് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക, മുറിയിലേക്കും. ശ്രുതി ഒരു നോട്ടം, ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ ശ്രുതിമോൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പോൾ ശ്രുതി അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല കേട്ടോ, ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ശ്രുതി, എന്നോട് ദേഷ്യത്തിലാണോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമോ? ഞാനെന്തിനാ എന്നോട് ദേഷ്യപ്പെടണം? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അതല്ല എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ എന്ന് ശ്രുതിയോട് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി വാതിലടച്ചു, ദൈവം വേറെ ആരും കേൾക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ വാതിലടിച്ച് കുറ്റിയിട്ടിട്ട് അത് പിന്നെ ഇപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് ശ്രുതി പറയാം, ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പം നീ എന്നോട് കള്ളം പറയായിരുന്നല്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുക കേട്ടോ. ഞാൻ നിന്നോട് ചിലതൊക്കെ മറച്ചു വെച്ചിരുന്നെങ്കിലുവേ പിന്നീട് അതൊക്കെ ഓപ്പണായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ശ്രുതി ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു ശ്രുതി. എൻ്റെ ജീവിതത്തിലെ ശ്രുതി നീ അറിയാത്ത ഒരു രഹസ്യം പോലും ഇല്ല, പക്ഷേ നീ എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നോട് കള്ളങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതിയുടെ ക്വസ്റ്റ്യനിങ് ഒക്കെ തീർന്നോ, ഇനി ഞാൻ പറയട്ടെ എന്ന് ശ്രുതി. അപ്പം വേണ്ട, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോണു. ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പിന്നാലെ ചെല്ലുന്നു. നട്ടാ കുരുക്കാത്ത നുണ പറയാനായിട്ട് തയ്യാറെടുക്കുക. എന്നിട്ട് ഒരു തുണി പൊതിഞ്ഞതിനകത്ത് ഒരു ചുമന്ന പട്ടിനകത്ത് ഒരു മാല കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ അങ്ങ് കാണിച്ചു. ശ്രുതി അന്നേരം ഇങ്ങനെ അന്തം പെട്ട് ഇങ്ങനെ നോക്കുക, ഇതെന്നതാ? അപ്പോൾ ഇതെന്താ മാലയോ? അത് ശ്രുതിക്ക് വേണ്ടി ഈ മാല വാങ്ങിക്കാനാണ് ഞാൻ പോയതെന്ന് ശ്രുതി പറയുക. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. വിശ്വസിച്ചില്ലേ എന്ന് ശ്രുതി. എന്നിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നു. അത് പൊന്നശേഖരം മംഗലത്ത് ഒരു സ്വാമി ഉണ്ടെന്നും പിന്നെ എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞതേ, അപ്പോൾ ശക്തിയുള്ള സ്വാമിയാണെന്ന് പറഞ്ഞു. അതൊന്നും കേട്ടിട്ട് ശ്രുതിക്കോ വലിയ ഇതൊന്നും തോന്നിയില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അദ്ദേഹം അതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ കാണാൻ പോയതാണ് ഞാനെന്ന് പറയുമ്പം ശ്രുതി നിൽക്കുക. ആ സ്വാമി പൂജിച്ച് തന്ന മാലയായത് എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഇത് എന്ന് ശ്രുതി ചോദിക്കുമ്പം കുറച്ച് നാളായിട്ട് ശ്രുതി പേടിച്ചാണല്ലോ കഴിയുന്നത്. അപ്പോൾ കവചമാണെന്നും പറഞ്ഞ് കളർ ഷർട്ടൊക്കെ മാറി ഇട്ടില്ലായിരുന്നോ? ഈ മാല കഴുത്തിലിട്ടാലേ ശ്രുതിക്ക് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആണോ? ഒരു ദുഷ്ടശക്തിയും ശ്രുതിയുടെ അരികിലേക്ക് അടുക്കില്ല. അപ്പോൾ ശ്രുതി തലയാട്ടുക. ശ്രുതിയുടെ ജീവിതത്തിൽ നല്ലത് നടക്കും. അത് കേട്ടപ്പം ശ്രുതി ഇങ്ങനെ നിന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചില്ലേ എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കും, ഓട്ടക്കണ്ണിട്ട ശ്രുതി. ഞാൻ അല്ലാതെ വേറെ എവിടെയും പോയതല്ല ശ്രുതി, മറ്റാരെയും കാണാൻ പോയതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശ്രുതിയുടെ നല്ലതിന് വേണ്ടി ഈ മാല പൂജിച്ച് വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയതാണ് ഞാനെന്ന് പറയുമ്പം അതെന്തായാലും നിനക്ക് എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഓരോ സർപ്രൈസ് തരാമെന്ന് കരുതിയാ ഞാനത് പറയാതിരുന്നത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ നേരിട്ട് ഈ മാല തരുമ്പോൾ എല്ലാം പറയാമെന്ന് കരുതി, അതുകൊണ്ടാണെന്നും പറഞ്ഞു.
പിന്നെ ശ്രുതി ഫോൺ ചെയ്തപ്പോഴേ മീരയുടെ അടുത്ത് പോയതാണെന്ന് കള്ളം പറഞ്ഞത് അതുകൊണ്ടാണെന്നും ശ്രുതി പറയുകയാണ്. പിന്നെ ആ സമയത്ത് അവൾ ഷോറൂമിൽ വരുമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ കളർ ഷർട്ട് മാറി മാറി ഇട്ടപ്പോൾ നീ എന്നെ കളിയാക്കിയായിരുന്നു. അന്ന് നിനക്കിതിലൊന്നും വിശ്വാസമില്ലാന്ന് നീ എന്നോട് പറഞ്ഞു. വിശ്വാസമില്ലാത്ത നീ എന്തിനാ ഇപ്പം സ്വാമിയെ കണ്ട് ഈ മാലയൊക്കെ വാങ്ങിക്കാൻ പോയത്? അതിൻ്റെ കാര്യം എന്താ? പെട്ടെന്ന് വിശ്വാസം നിനക്കെന്താ പൊട്ടി മുളച്ചോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ശ്രുതി ഇപ്പം നല്ല ബിസിനസ് നടക്കുന്നുണ്ടല്ലോ ശ്രുതി. ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം ശ്രുതി കളർ ഷർട്ട് മാറി മാറി ഇടാൻ തുടങ്ങിയതോടെ നല്ല മാറ്റമുണ്ട്, ഡെവലപ്മെൻറ്റും ഉണ്ട്. ഒക്കെ കൺമുന്നിൽ കാണുമല്ലേ ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സും മാറി. ഇപ്പോൾ എനിക്കും ചെറുതായിട്ട് ഇതിൽ വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ആ ക്ലയൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ സ്വാമിയെ കാണാനായിട്ട് പോയത്. അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറയുമ്പം നീ ഈ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നിൻ്റെ മുഖത്തുണ്ട് കള്ളത്തരം. നീ ഈ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണെന്നും പറഞ്ഞ് ശ്രുതി നോക്ക്, നിൻ്റെ ലൈഫിൽ ഞാൻ അറിയാത്ത എന്തൊക്കെയോ വേറെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് ശ്രുതി പറയുകയാണ്. നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം ശ്രുതിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ശ്രുതിക്ക് വേണ്ടി ഇത്രയും ദൂരം പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഓരോ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നപ്പോൾ ശ്രുതിക്ക് ആകെ സംശയമല്ലേ. അത് കേട്ടപ്പം അല്ല, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ലായിരുന്നു എന്നും പറഞ്ഞ് ശ്രുതിയോട് പറയാം. നീ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം കള്ളം പറഞ്ഞിട്ട് ഞാൻ എവിടെ പോകാനാണെന്ന് ചോദിച്ചു ശ്രുതി. അതായപ്പോൾ ഞാനും നിന്നോട് ചോദിക്കുന്നത്. നോക്ക്, ആ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കാനുള്ള കോമ്പറ്റീഷനിൽ ജഡ്ജസ് പറഞ്ഞതുപോലെ നമുക്കിടയിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് ശ്രുതി പറയുമ്പം എനിക്ക് വേറെ അഫെയർ ഉണ്ടെന്നാണ് ശ്രുതിക്ക് തോന്നുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതല്ലാതെ വേറെ എന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയം നീ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രുതിയോട് പറയുവാണ്. ശ്രുതിയുടെ ചോദ്യം ചെയ്യലിൽ ശ്രുതി ഒന്ന് ഞെട്ടി. അങ്ങനെ ശ്രുതി അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരൊറ്റ കരച്ചിൽ, ദേഷ്യം കൊണ്ട് നിന്ന ശ്രുതിയെ വരുതിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ശ്രുതി, ഞാൻ പറയുന്നത് ഒന്നും നീ വിശ്വസിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ച് നിന്നിങ്ങനെ ഭയങ്കര കരച്ചിൽ. ഞാൻ ശ്രുതിയിൽ നിന്ന് എന്തൊക്കെയാ മറച്ചു പിടിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് കരയുമ്പോഴും ശ്രുതി ഒരു കുസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിയാണെങ്കിൽ നിന്ന് കരഞ്ഞ് മെഴുകുക. ശ്രുതിക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചില്ല. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അവിടെ കിടന്ന് ഉരുളുന്നുണ്ട്. പക്ഷെ ശ്രുതി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പിടാപ്പാട് വിടുന്നത് മുഴുവൻ ശ്രുതിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. എനിക്ക് ആകെയുള്ളത് ശ്രുതിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇത്. അപ്പോൾ ശ്രുതിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുകൊണ്ട് മാത്രം ഞാൻ ശ്രുതിക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് ഓടുന്നത്. ആ ശ്രുതിക്ക് എന്നെ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞാണ് കരച്ചിൽ. ശ്രുതി ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ വേറെ എവിടെയും പോയതല്ല, സ്വാമിയെ കാണാൻ പോയത് തന്നെയാണെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിന്ന് വാദിച്ചുകൊണ്ടേ ഇരിക്കുക. വേണമെങ്കിൽ ഞാനിപ്പോൾ സ്വാമിയെ വിളിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് നമ്മുടെ ശ്രുതി സ്വാമിയെ വിളിക്കുക. ഹലോ സ്വാമിജി, നമസ്കാരം. ഞാനിന്ന് സ്വാമിജിയുടെ അടുത്ത് വന്നിരുന്നു. ഇപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. സ്വാമിയോ? അതെ, സ്വാമി എനിക്കൊരു മാല പൂജിച്ച് തന്നില്ലായിരുന്നോ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടേ? അപ്പോൾ അത് മറന്നുപോയോ? അപ്പോൾ എന്ത് മാല, നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് അപ്പുറം സൈഡിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ അതെ ശ്രുതി തന്നെ. ഞാൻ അവിടെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നതേ. അപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു സംശയം. സ്വാമിജി എൻ്റെ ഹസ്ബൻഡിനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ശ്രുതി. വേണ്ട 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 എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുക. എനിക്ക് സംസാരിക്കണ്ട. അപ്പം ഞാനവിടെ ചെന്നിരുന്നു എന്ന് സ്വാമിയോട് ചോദിക്കാൻ പറഞ്ഞു. അയ്യോ വേണ്ട 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 എനിക്ക് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ തലയും തിരിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും തൽക്കാലം രക്ഷപ്പെട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി, ഹലോ സ്വാമി, ഹലോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഹലോ എന്ന് പറഞ്ഞ് ശ്രുതി ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ കോള് കട്ടായല്ലോ. ഞാൻ ഒന്നുകൂടി വിളിക്കാമെന്ന് പറഞ്ഞു ശ്രുതി വിളിക്കാൻ നോക്കുക. അയ്യോ ശ്രുതി വേണ്ട, നീ വിളിക്കാനൊന്നും പോകണ്ട, നീ ആരെയും വിളിക്കാനൊന്നും പോകണ്ട. നിന്നെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ശ്രുതിയോട് പറയുന്നു. എനിക്ക് നിന്നെ വിശ്വാസമാണെന്നും പിന്നെ നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്നും ശ്രുതി പറയുമ്പോഴാണ് ശ്രുതിക്കുന്ന ശ്വാസം നേരെ വീണത്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നാലും ശ്രുതി എന്നെ സംശയിച്ചില്ലേ? പിന്നെ ഒരിക്കൽ ഡൗട്ട് തോന്നിയാൽ പിന്നെയും ആ ഡൗട്ട് തോന്നും. എനിക്ക് ശ്രുതിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ശ്രുതി എന്നെ സംശയിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല ശ്രുതി, നീ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. പിന്നെ നീ എന്നോട് കള്ളം പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ
സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അതെന്താ ശ്രുതി വിശ്വസിക്കാത്ത? അല്ല, നീ ഇങ്ങനത്തെ സർപ്രൈസ് തരുന്നുണ്ടെങ്കിൽ അത് നീ മുന്നേ എന്നോടൊന്ന് പറഞ്ഞിട്ടേ തരാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറഞ്ഞു. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ് എല്ലാം ഇതാക്കി. എന്നിട്ട് പിന്നെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാലയ്ക്ക് തന്നെ കൊണ്ട് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ പൊട്ടൻ ആ മാലയും കൊണ്ട് പോകണം. ശ്രുതി രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. തൽക്കാലത്തേക്ക് തലനാരിഴയ്ക്ക് വീണ്ടും രക്ഷപ്പെട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വണ്ടി മേടിച്ച് പോകുന്ന സമയത്ത് പോലീസുകാർ ചെക്കിങ്ങിന് നിർത്തിയേക്കാം. അപ്പോൾ സച്ചി അതുവഴി വന്നു. സച്ചിയുടെ വണ്ടി പിടിച്ച് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്ത് അതുവഴി വരുന്നു. അപ്പോൾ ശരത്തിനെ പോലീസ് പിടിച്ച് നിർത്തി. ആ സമയത്ത് നീ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോളേജ് സ്റ്റുഡൻ്റാണ് സാർ, കോളേജിൽ പോവാണെന്ന് പറഞ്ഞു. അന്നേരം ബാഗിലെന്താ? ബുക്സാണ് സാർ. അപ്പോൾ ഈ ബാഗിലോ? ഈ ബാഗിൽ എന്താണെന്ന് അതിനോട് ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ബാഗ് ഓർക്കാൻ പറഞ്ഞു. തുറന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കുപ്പി എടുത്തു. അത് വേറെ ഒന്നുമല്ല, ബ്രാൻഡി കുപ്പി. അപ്പോൾ നീ കൊള്ളാലോടാ മോനെ. അപ്പോൾ സാറേ ഒരു ബീറും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കാണിച്ചു കൊടുക്കുക. അങ്ങനെ കുറേ കുപ്പികൾ കാണിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ ഒരു പാർട്ടി ഉണ്ട്, അതിന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിശ്ചിത അളവിൽ വണ്ടിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടോ സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശരത്ത് നിൽക്കുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു ഇത് കണ്ടുകൊണ്ട്. അപ്പോൾ നിനക്ക് എത്ര വയസ്സായിടാന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടി ഓടിക്കാനും ഇത് വാങ്ങിക്കാനുള്ള പ്രായമൊക്കെ ആയി എന്ന് പറയുമ്പം സാറേ എന്താ പ്രശ്നം, എനിക്കറിയാവുന്ന ആളാണെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്നോ? കോളേജിൽ പഠിക്കുന്ന പയ്യനാ, നോക്ക് പകൽ കുപ്പിയും വെച്ച് ബീറും വാങ്ങിച്ച് പാർട്ടിക്ക് പോവുകയാണെന്ന് SI സാറ് സച്ചിയോട് പറയുന്നു. അന്നേരം സാറേ ഇത് വേറെ ആരോടെങ്കിലും പറ, ആദ്യം ഇദ്ദേഹം കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ശരത്ത് പറയൂ കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക. നിനക്ക് വായിലെ നാവിത്തിരി കൂടുതലാണല്ലോടാ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം, അഹങ്കാരം എന്നോട് കാണിക്കണ്ടെന്നാ സാറ് പറഞ്ഞു. തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ട് ഇടും ഞാനൊന്നും സാറ് ഈ സച്ചിയുടെ കേൾക്കെ ശരത്തിനോട് പറയുക. അപ്പം അവൻ്റെ വയസ്സാണ് സാറേ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല അവനെന്ന് സച്ചി പറയുമ്പോൾ സാറേ ദേഷ്യപ്പെടാനും മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അത് എൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ലൈസൻസ് കാണിച്ചു കൊടുത്തു. എന്താടാ ഇതൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എന്തായാലും ചോദിക്കാം. ലൈസൻസൊക്കെ കറക്റ്റേ സാറേ, വേണ്ടേ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പറ്റിയടിച്ചോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്, പക്ഷേ നീ കറക്റ്റ് അല്ലാന്ന് SI സാറ് പറഞ്ഞു. സാറെ കുപ്പിയായിട്ട് പോകുന്നത് കൊണ്ട് ഞാനൊരു മുഴുക്കുടിയനാണെന്ന് സാർ വിചാരിക്കരുത്, മാസത്തിൽ 2-3 തവണ കുടിക്കും മാത്രമേ ഉള്ളൂ എന്ന് ശരത്ത് SIയോട് പറയണു. മറ്റു ചിലരെ പോലെ രാവും പകലും പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല ഞാനെന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് ഇങ്ങനെ പറയുമ്പം സാറേ ആദ്യം 2-3 വട്ടത്തിലല്ലേ തുടങ്ങുക, പിന്നെ അത് 5-6 ഒക്കെ ആവുന്നേ, പിന്നെ അത് 365 ദിവസം ആകുമെന്നൊക്കെ പറഞ്ഞു സച്ചി. സാറേ ചിലരൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്ന് ശരത്ത്. സാറേ അനുഭവത്തിലുള്ളത് മാത്രമാണ് നമ്മൾ പറയാം, ഒരു തുള്ളി പോലും കുടിക്കാത്ത കവികൾ മദ്യം കുടിച്ചാലുണ്ടാകുന്ന അനുഭൂതികളെക്കുറിച്ച് കവിതകളൊക്കെ എഴുതിയിട്ടില്ല ഇല്ലേ സാറേ എന്നൊക്കെ സച്ചി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു SI. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ട് സാറേ എന്ന് സച്ചി എന്നിട്ട് പറയാം. കാർ ഡ്രൈവറോട് പ്രൊഫസറെ പോലെ ക്ലാസ് എടുക്കരുതെന്ന് പറ സാറേ എന്ന് ശരത്ത് SIയോട്. അത് കേട്ടപ്പോൾ സച്ചി പുസ്തകത്തിലുള്ള പാഠഭാഗങ്ങൾ മാത്രമേ പ്രൊഫസർ പഠിപ്പിക്കത്തുള്ളൂ, ഒരു കാർ ഡ്രൈവർക്ക് അവർ പഠിപ്പിക്കാത്ത പുറത്തുള്ള കാര്യങ്ങൾ പലതും പഠിപ്പിക്കാൻ പറ്റുമെന്ന് സച്ചി. അനുഭവിക്കുമ്പോഴേ ചിലരൊക്കെ പഠിക്കുള്ളൂ എന്നും സച്ചി പറഞ്ഞു. അന്നേരം സാർ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റാണെന്ന് പറഞ്ഞല്ലോ, ഹെൽമെറ്റിൻ്റെ ഫൈനിങ് തന്നു കഴിഞ്ഞ് എനിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. എഴുതി കൊറോ എന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ ഓവറാ നിൻ്റെ സംസാരം, നിർത്തിക്കോ, ഒരു തവണ കുടിച്ച് വണ്ടി ഓടിച്ച് നിന്നെ എൻ്റെ കൈ കിട്ടും, അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കത്തില്ല സാറേ എന്ന് ശരത്ത് പറഞ്ഞു. സാറേ കുടിച്ചാലേ ഞാൻ അതുപോലത്തെ വണ്ടി വിളിച്ചു പോകും, എന്നെപ്പോലെയുള്ളവർ കൊണ്ടുവിടാനാണല്ലോ ഡ്രൈവർമാർ. അപ്പോൾ സാറേ ആര് ട്രിപ്പ് വിളിച്ചാലും ഞങ്ങൾ ഡ്രൈവർമാർ പോകും സാറേ, എത്തിക്കേണ്ട സ്ഥലത്ത് ഭദ്രമായി കൊണ്ട് എത്തിക്കുകയും ചെയ്യും. പക്ഷേ കുടിച്ച് ഓഫായി പോയാലേ വണ്ടി വിളിക്കാൻ പറ്റാണ്ട് വരും, കൊണ്ടുപോകാൻ ഒരു വണ്ടിയും താനേ വരില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ SIയുടെ മുന്നിൽ നിന്ന് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. SIക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ പെറ്റി അടിച്ചു. അതിനുശേഷം നമ്മുടെ ശരത്തിൻ്റെ കുപ്പിയൊക്കെ കൊടുത്തു. എടോ പൊക്കോ, പക്ഷേ ഈ കയ്യിലുള്ള സാധനം എവിടെയും കളഞ്ഞിട്ട് പോയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ അവസ്ഥ നാളെ നിനക്കുണ്ടാകുമെന്ന് SI സാറ് പറഞ്ഞു. എന്ന് പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം അവനേതാ നിനക്കറിയാമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ മുമ്പ് എനിക്കറിയായിരുന്നു സാറേ, ഇപ്പം എനിക്ക് ഒട്ടും അറിയില്ല എന്ന് സച്ചിവരോട് പറയാം. ചെല്ലു പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതി കടയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടുത്തെ സ്റ്റാഫിനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. അപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. ശ്രുതി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ജിമ്മൻ ചേട്ടൻ സാധനങ്ങളിലെല്ലാം തൊട്ട് നോക്കി ഇങ്ങനെ എല്ലാം തുറന്നൊക്കെ നോക്കുന്നു. അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്തോ ഒരു പരിചയം പോലെ. ശ്രുതി എന്നിട്ട് ഇയാളിങ്ങനെ നോക്കുക. ഇയാളിങ്ങനെ നോക്കിയപ്പോൾ ഇയാളിതൊക്കെ തുറന്ന് നോക്കുന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നു. സാർ നമസ്കാരം സാർ, എന്താ നോക്കുന്നത്, ഫ്രിഡ്ജാണോ അതോ വാഷിംഗ് മെഷീനാണോ, എല്ലാം ലേറ്റസ്റ്റ് മോഡലാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നോക്കാനായിട്ട് ഞാനതിന് ഇവിടെ വരുന്നു, ഇതൊക്കെ എൻ്റെ വീട്ടിലില്ലേ എന്ന് ഇയാൾ ചോദിച്ചു. ഞാൻ അവിടെ നോക്കിയാൽ പോരെ. അപ്പോൾ ഇയാൾ എന്തോ ഒരു പരിചയം, ഇയാളാണെന്ന് ആ കത്ത് എഴുതി കൊടുത്തേച്ച് പോയ ആളെ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അല്ല വേറെ എന്താ നോക്കുന്നത്, അപ്പോൾ നിങ്ങളല്ലേ ശ്രുതി? അപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അപ്പോൾ ഒരു ലെറ്ററാ, അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് ശ്രുതിയുടെ കയ്യിൽ നിർബന്ധിച്ച് കൊടുത്തു. ശ്രുതി എന്നിട്ട് അത് വായിച്ച് നോക്കുക. അപ്പോൾ
ഇതിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഫ്രം അഡ്രസ്സ് എൻ്റെത്, ടു അഡ്രസ്സ് നിങ്ങളുടേത്. നേരിട്ട് തരുന്നത് കൊണ്ട് അത് എഴുതാത്തതെന്ന് ആ ചേട്ടൻ സുധിയോട് പറയാം. അഡ്രസ്സൊക്കെ എഴുതി പോസ്റ്റ്മാൻ കൊണ്ട് തന്നാലും നിങ്ങൾ പൊട്ടിച്ച് വായിക്കൊള്ളുന്നുണ്ടോയെന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചു സുധി. ഞാൻ ആരാണെന്ന് നിങ്ങളെന്തിനാ അറിഞ്ഞ്? ഇത് തരേണ്ടത് എൻ്റെ ജോലി, വാങ്ങിച്ച് വായിക്കേണ്ടത് നിങ്ങളുടെ ജോലി. വായിക്കാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എടാ നിന്റെ സംസാരം ശരിയല്ലല്ലോ എന്ന് സുധി പറയാം. അപ്പോൾ സാർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എടോ തനിക്കെല്ലാം വിശദമായിട്ട് അറിയണോ? ഇവിടെ എന്താ ഗാനമേളോ എല്ലാം നടക്കുന്നുണ്ടോ? എന്തിനാ ഇവിടെ ശ്രദ്ധിക്കുന്നത്? പണിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് ചുമ്മാ ദേഷ്യപ്പെടുക. വന്നവൻ ആ നേരം കൊണ്ട് അവിടുന്ന് മുങ്ങി പോയി കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ കസ്റ്റമേഴ്സ് കുറവാണല്ലോ സാർ, കസ്റ്റമേഴ്സ് കുറവാണ്, റോഡിൽ ഇറങ്ങി വിളിച്ച് വരുത്തലോ, അതിനാണല്ലോ മാസം വാടക തരുന്നതോ, മാസം ശമ്പളം തരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അയാളോട് ദേഷ്യപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വാട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ വന്ന അയാൾ അവിടെ എങ്ങുമില്ല. സുധി ഞെട്ടി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.